എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വീണയെ, തായ്ക്കണ്ടി വീണയെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ മകൾ വീണയെ വീണ്ടും ED ചോദ്യം ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ആദ്യത്തെ പ്രാവശ്യം ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. പക്ഷേ വീണ പോയില്ല, സുഖമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ED വിട്ടുകൊടുത്തില്ല. ഒരു 5 ദിവസത്തിന് ശേഷം വീണ്ടും സമൻസ് അയച്ചു, വരണമെന്ന് പറഞ്ഞു. വേറെ ഒരു ഗതിയുമില്ലാതെ വീണ പോയി. വീണയെ റിയാസാണ് അവിടെ കൊണ്ടാക്കിയത്. തിരിച്ചു കൊണ്ടുവന്നതും റിയാസ് തന്നെയാണ്. കാരണം പാർട്ടി വ്യക്തമാക്കിയിരുന്നു, ഇനി മുതൽ ഞങ്ങൾ വീണയെ സംരക്ഷിക്കാനില്ല. വീണന്റെ കാര്യം നോക്കട്ടെ. പാർട്ടിക്ക് വൈകി വന്ന ഒരു ബുദ്ധിയാണ് എന്ന് നമ്മളിൽ ചിലരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അത് തെറ്റി. വൈകി വന്ന ബുദ്ധിയൊന്നുമല്ല, അത് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമല്ല. അതൊരു ഗതികേടാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് മനസ്സിലായി, വീണയെ ഇനിയും സംരക്ഷിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആദ്യം തന്നെ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ED സംഘം എത്തി. യഥാർത്ഥത്തിൽ പിണറായിയുടെ വീടായിരുന്നില്ല റെയ്ഡ് ചെയ്തത്, വീണ താമസിച്ച വീടായിരുന്നു. അതായത് വീണയുമായി ബന്ധപ്പെട്ട വീടുകൾ. അതായത് അന്വേഷണം ഇതുവരെ പിണറായിയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്ന് വെച്ച് പിണറായിയിലേക്ക് എത്തില്ല എന്നുള്ളതല്ല, പിണറായിയിലേക്ക് എത്താൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ED പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വീട്, ധർമ്മടത്തുള്ള വീട്, റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്, പിന്നെ ഈ CMRL ബന്ധപ്പെട്ട അതിന്റെ ഉടമകളുടെ വീട്, ഓഫീസ്, അങ്ങനെ ഏതാണ്ട് ഒരു 12-14 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ ചരിത്രത്തിലില്ലാത്ത ഒരു പൊട്ടത്തരമാണ് CPM ചെയ്തത്. അവര് ഗുണ്ടാ സംഘങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി. യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞപ്പം പ്രത്യേകിച്ച് എന്താ പറയുക, സഖാക്കൾക്കൊന്നും വലിയ കാര്യം തോന്നില്ല. സഖാക്കൾക്ക് ഒക്കെ അറിയാം. കാരണം ഏത് നിമിഷവും റെയ്ഡ് ഉണ്ടാവും എന്നൊക്കെ അറിയാം. പ്രത്യേകിച്ച് പിണറായി വിജയനോടുള്ള ഇവരുടെ ശത്രുത ആരുടെ? സഖാക്കളുടെ. അതുകൊണ്ടാണല്ലോ സഖാക്കൾ തോൽപ്പിച്ചത്. സഖാക്കൾ ധർമ്മടത്ത് പോലും 6 റൗണ്ട് തോൽപ്പിച്ചല്ലോ. അതുകൊണ്ട് സഖാക്കൾ ആരും പോയില്ല. അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, യഥാർത്ഥത്തിൽ ഒരു PB അംഗം, മുൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരങ്ങൾ 10,000 ഈ രംഗത്തിറങ്ങും, ബഹളമുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും. ആരും ഉണ്ടാക്കിയില്ല. കണ്ണൂരിൽ പോലും ആകെ 100-150 ആൾക്കാരാണ് വന്നത്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ മുഴുവനും, അവിടെ നേതാക്കന്മാരൊക്കെ സന്നിഹിതനായിരുന്നു. ബ്രിട്ടാസ് ഉൾപ്പെടെ അപ്പം ഗോവിന്ദൻ ഉൾപ്പെടെ, വി ജോയ് ഉൾപ്പെടെയുള്ള, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. അവർ ഗുണ്ടകളെ, CPM-ലെ ഗുണ്ടകളെയും CPM-ലെ ക്രിമിനലുകളെയും ഇവർ വിളിച്ചു വരുത്തി. അക്കൂട്ടത്തിൽ കുറെ വിവരമില്ലാത്ത SFI-ക്കാരും DYFI-ക്കാരും ഒക്കെ വന്നു. ഇവരോട് പറഞ്ഞു, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഗേറ്റിന്റെ പുറമെ നിന്നിട്ട് ഇവർ കുപ്പി വലിച്ചെറിയുക, വണ്ടി വലിച്ചെറിയുക, തെറി വിളിക്കുക. അങ്ങനെ ഇവർ ബഹളം തുടർന്ന് അപ്പോഴൊന്നും പിണറായി വിജയനെ ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. ആ സമയത്ത്, അതായത് തൻ്റെ ഗേറ്റിന് മുന്നിൽ തൻ്റെ മന്ദബുദ്ധികളായ ഈ സഖാക്കൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് പിണറായി അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിക്കുന്നു. എന്നാൽ പിണറായി പുറത്തുനിന്ന് പറയണ്ടേ, എന്തിനാ നിങ്ങളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്? എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, എൻ്റെ മോളെയാണ് ചോദ്യം ചെയ്തതെന്ന് പറയണ്ടേ? ഇയാൾ പറഞ്ഞതുമില്ല. മാത്രമല്ല, അപ്പം ഗോവിന്ദൻ ഉൾപ്പെടെ ആൾക്കാർ ആണ് ഇവരെ വരുത്തിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ അന്വേഷണത്തിലാണ്. അന്വേഷണ സംഘം കണ്ടുപിടിച്ചോളും. കാരണം പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ സംഘത്തെയാണല്ലോ ഇവർ ആക്രമിച്ചത്. അതൊക്കെ കഴിഞ്ഞ് റെയ്ഡ് കഴിഞ്ഞിട്ട് ഈ കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ അവർ ഈ റെന്റിനെടുത്ത ഈ കാറുകളിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ഇഷ്ടികകളും ചീമുട്ടകളും വടികളും കുപ്പികളൊക്കെ ഉപയോഗിച്ചും കണ്ട് ഇവരുടെ കാറ് തല്ലി തകർച്ചു. അതിൻ്റെ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ആക്രമിച്ചു. ആകെ പ്രശ്നമായി. ഇവർ വിചാരിച്ചു ഇതെന്തോ എന്താ പറയുക, ഇവർ സാധാരണ പണ്ടൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു അക്രമമാണ് ഇവർ ചെയ്തത്. അത് പ്രേരിപ്പിച്ചതാണേ. പക്ഷേ ആക്രമിച്ചത് ആരെയാണ്? കേന്ദ്ര അന്വേഷണ സംഘത്തെയാണ് ആക്രമിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ അക്രമികൾ മുഴുവനും അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടി. പോലീസ് ചെന്നപ്പോൾ തടഞ്ഞു. ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല. രമേശ് ചെന്നിത്തലയുടെ പോലീസ് കയറിയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിട്ടുതരണം. അങ്ങനെ എന്താ പറയുക, ബ്രിട്ടാസും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള അനുരഞ്ജന സംഭാഷണം. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ പിടിച്ചു. നമുക്കറിയാലോ, ഏതാണ്ട് 29 ആൾക്കാരെ പോലീസ് പിടികൂടി. ഇതിന്റെ പിന്നാലെ EDയുടെ ഡയറക്ടർ വരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ അന്വേഷണം ഊർജിതപ്പെടുത്തുന്നു പറഞ്ഞ ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെയാണ് SIT രൂപീകരിക്കുന്നു. അങ്ങനെ ഈ അന്വേഷണം ഊർജിതമാക്കിയാണ് 300ഓളം പേർക്കെതിരെ കേസെടുത്തു. ഈ 29 പേരിൽ ഒരാൾക്കാണ് ജാമ്യം നൽകിയത്. അത് ഗീനാകുമാരി എന്ന് പറയുന്ന ഇവരുടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ
അത് ഒരു രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയില്ലായ്മയാണ്. ഈ പിണറായിയുടെ പാദസേവകരായ ഈ ഇത്തരത്തിലുള്ള ഈ ഗവൺമെന്റ് ഈ പ്രോസിക്യൂട്ടർമാരെ മുഴുവനും മാറ്റേണ്ടതായിരുന്നു. പക്ഷെ മാറ്റിയില്ല. ഗീനകുമാരി എന്ന് പറഞ്ഞ പഴയ SFI പ്രവർത്തക അവരാണ് ഈ പറയുന്ന ഒമ്പതാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. അങ്ങനെ ഒരാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി കേട്ടോ. ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വീണക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയാൽ അപകടമാണ് എന്ന് സഖാക്കൾക്കൊക്കെ മനസ്സിലായി. ഇതെന്താ, ഇത് ചെറിയ കളിയൊന്നുമല്ല. കാരണം സി ബി ഐയും വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഇനി പുറത്തിറങ്ങില്ല. ഈ കേസിൽ കുടുങ്ങിയ ആൾക്കാരൊന്നും ഇവരുടെ ജീവിതം കോഞ്ഞാട്ടേ. ഇവരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മോള് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നല്ലോ. പിണറായി വിജയന്റെ മോള് 2.25 കോടി രൂപ, അല്ലേ, 2,78,00,000 രൂപ കൈക്കൂലി വാങ്ങിയതിന്. അതാണ് എന്താ പറയാ, സേവനം എന്ന് പറഞ്ഞാൽ ഒരു സേവനം നൽകിയിട്ടില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി പിന്നെ വീണ്ടും നമ്മൾ സേവനം എന്നിട്ട് കാര്യമില്ല. വീണ CMRL കമ്പനിക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് CMRL കമ്പനിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും അവിടുത്തെ ഈ IT വകുപ്പുമായി IT ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ ഓഫീഷ്യൽസ് ഒക്കെ നേരത്തെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മൊഴി നൽകിയതാണ്. പിന്നീട് ഈ കർത്താവരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു. അതൊന്നും രേഖയിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വീണ ഒരു സേവനവും നൽകാതെ ആണ് 2.78 കോടി രൂപ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളത് സ്പഷ്ടമായി. ഇതിൽ പ്രത്യേകിച്ച് ഇനി കൂടുതൽ അന്വേഷണം വേണ്ട. കാരണം ഇത് ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വന്നത്. അതിന്റെ GST അടച്ചിട്ടുണ്ട്. അതാണ് പൊട്ടന്മാർ പറയുന്നത് GST അടച്ചല്ലോ എന്ന്. അതായത് അവിഹിതമായി കിട്ടിയ കൈക്കൂലി പണത്തിന് GST അടച്ച പ്രശ്നമൊന്നും ഇല്ല അത്രേ. അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇവിടെ ഇപ്പൊ കൈക്കൂലി പണ്ടത്തെ മാതിരി കവറിലിട്ടിട്ടും പണ്ട് ശക്തിധരൻ പറഞ്ഞ മാതിരി കൈതൊലപ്പായിൽ കെട്ടിയിട്ടും നല്ല ഇപ്പൊ കൊടുക്കല്ലേ. ഇപ്പൊ ത്രൂ ബാങ്ക് അക്കൗണ്ടാണ്. അത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വരെ കൈക്കൂലി വാങ്ങുന്നത് ഗൂഗിൾ പേ വഴിയൊക്കെയാണ്. അപ്പം അതുകൊണ്ടേ അത് വീണ അതിൻ്റെതായ രീതിയിൽ പൈസ വാങ്ങി, കരിമണൽ കർത്താവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. ഇപ്പൊ ഏതായാലും EDയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രമാത്രം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കരിമണൽ കർത്ത 184 കോടി രൂപയാണ് 184 കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും മതസാമുദായിക നേതാക്കന്മാർക്കും ചില മാപ്രകൾക്ക് എന്ന് പറഞ്ഞാൽ നക്കിത്തീനി മാധ്യമ പ്രവർത്തകർക്കൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പൊ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകളൊക്കെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കയ്യിലുണ്ട്, ഇൻകം ടാക്സിന്റെ കയ്യിലുണ്ട്, ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കയ്യിലുണ്ട്. ഏറ്റവും അവസാനം കേസ് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയ SFIയുടെ കയ്യിലുണ്ട്. ഇപ്പൊ EDക്ക് ഈ SFIO അന്വേഷിച്ച അവർക്ക് കിട്ടിയ രേഖകൾ 134 രേഖകളാണ് കേട്ടോ. ഈ 134 രേഖകൾ എന്ന് പറഞ്ഞാൽ വീണക്ക് മാത്രമല്ല, ആ ഫാമിലിക്കെതിരായ കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ. അത് ഇതിന്റെ രേഖകൾ മുഴുവനും EDക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ EDയുടെ കയ്യിൽ ഈ സംഭവങ്ങൾ മുഴുവനുണ്ട്. അതായത് വീണ പണ്ട് SFIOക്ക് നൽകിയ മൊഴി ഉൾപ്പെടെ EDയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ED ആദ്യത്തെ പ്രാവശ്യമല്ല ഇപ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഇവർക്ക് ഈ രേഖകൾ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ രണ്ടാം തവണ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വരുന്ന 29-ാം തീയതി ആയിരുന്നു യഥാർത്ഥത്തിൽ വീണയോട് ED അവിടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ വീണ അതിന് മുമ്പ് തന്നെ വീണ ആവശ്യപ്പെട്ടതനുസരിച്ച്, അങ്ങനെയാണ് നമുക്ക് കിട്ടി വരും, വീണ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ അതിന്റെ നേരത്തെ തന്നെ വരാം, അന്ന് വരാൻ എനിക്ക് അസൗകര്യമുണ്ട്. അപ്പം ED സ്വാഭാവികമായും വന്നോളം പറഞ്ഞു. കാരണം EDക്ക് ഇനിയും വിളിപ്പിക്കാലോ. അപ്പം ED വന്നു. ഏതാണ്ട് ഒരു 10 മണിക്കൂറോളം കഴിഞ്ഞ ദിവസം വീണയെ ചോദ്യം ചെയ്തു. നമുക്കറിയാൻ പറ്റിയത് വീണ ഇപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ വീണക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഞാൻ ഒരു സേവനവും നൽകിയിട്ടില്ല. സേവനം വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ വേണമല്ലോ, അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് വേണമല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടില്ല എന്ന് വീണ വീണ്ടും പറയുന്നു. അപ്പോഴാണ് സ്വാഭാവികമായും ചോദ്യം, പിന്നെ എന്തിനാണ് വീണക്ക് മാസം വീണയുടെ കമ്പനിക്ക്, വീണയുടെ ഈ പാട്ട കമ്പനിക്ക്, വീണയുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയത് എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ആ കമ്പനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മാസം കർത്ത 3 ലക്ഷം നൽകിയത്? മാത്രമല്ല വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം വീതവും നൽകിയത് എന്തിന്? കർത്തായുടെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് 25 ലക്ഷവും വീതം 2 പ്രാവശ്യം കടമായി വീണക്ക് നൽകിയത് എന്തിന്? എന്തായിരുന്നു? കാരണം കർത്താവിന് വീണ അവിലോസം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലോ. അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ചോദിച്ചത്. അതായത് കർത്താവിനും ഭാര്യയ്ക്കും വീണ ഇവിടുന്ന് അവിലോസം ഉണ്ടാക്കി കൊടുത്തതിന്റെ പൈസ അല്ലല്ലോ കൊടുത്തത്, എന്തോ കാര്യം ഉണ്ടായിട്ടാണല്ലോ കൊടുത്തത്. ഇത് നേരത്തെ തന്നെ CMRL ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കമ്പനി നടത്തണമെങ്കിൽ
അതായത് CMRL എന്ന് പറയുന്ന കമ്പനി പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ നാശമുണ്ടാക്കുന്ന ഈ കമ്പനി സുഗമമായി പ്രവർത്തിക്കണമെങ്കിൽ ഭരണകർത്താക്കൾക്ക്, പ്രതിപക്ഷത്തിന്, ഇവിടത്തുള്ള സകലമാന രാഷ്ട്രീയക്കാർക്കും, സകലമാന മതസാമുദായിക പ്രവർത്തകർക്കും, സകലമാന പറ്റിത്തീനി നക്കിത്തീനി മാധ്യമ പ്രവർത്തകർക്കും പൈസ കൊടുക്കണം. അല്ല, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവർ കൊടുത്തു. ആ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് ആർക്കാണ്? PV എന്ന് പറയുന്ന ഒരാൾക്കാണ്. ഇപ്പോഴും PV ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ നമുക്ക് യാതൊരു സംശയമില്ല, കർത്തക്ക് യാതൊരു സംശയവുമില്ല, കോടതിക്ക് യാതൊരു സംശയമില്ല, SFIOക്ക് യാതൊരു സംശയമില്ല, ഈ പറയുന്ന നേരത്തെ ഈ ആദ്യം പ്രാഥമികമായ ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനും ഒരു സംശയമില്ല, ആ PV പിണറായി വിജയനാണ്. കാരണം കർത്തായുടെ മൊഴിയുണ്ട്. PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിരുന്നു. OC വാങ്ങിയിരുന്നു, KC വാങ്ങിയിരുന്നു, RC വാങ്ങിയിരുന്നു, PK വാങ്ങിയിരുന്നു, ഇവരൊക്കെ വാങ്ങിയിരുന്നു. ഇവർ പലരും സമ്മതിച്ചു, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് വാങ്ങിയത്, അതവർ തെളിയിക്കട്ടെ, അത് വേറൊരു കാര്യം. പക്ഷേ PV ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, PV എന്ന് പറയുന്ന നമ്മുടെ മുമ്പിലുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന, കാരണം അയാളാണല്ലോ പറഞ്ഞത് എൻ്റെ രണ്ട് കൈയും ശുദ്ധമാണ് എന്ന് പറഞ്ഞ ആൾ. പണ്ട് ഈ കേസും പുക്കാറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മാത്യു കുഴൽനാടൻ വളരെ കൃത്യമായി നിയമസഭയിൽ പറഞ്ഞിരുന്നു, ഈ വീണയുടെ ഇമ്മാതി ഈ തോന്നിയാസത്തെക്കുറിച്ച്, ദുരൂഹമായ കമ്പനിയുടെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ, വീണയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മാത്യു കുഴൽനാടൻ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിണറായി വിജയൻ. കേട്ടോ, വീട്ടിലുള്ളവരെ കുറിച്ച് മിണ്ടരുത്, അങ്ങനെ പറഞ്ഞത്, കണ്ണൊക്കെ വീട്ടിലുള്ളവരെ കുറിച്ച് മിണ്ടരുത്. ആ വീട്ടിലുള്ള ആൾക്കാർക്കെതിരെയാണ് ഇപ്പം ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.